Let's prepare Paradisa chicken. പേര് പോലെ തന്നെ വെറൈറ്റി ആയിട്ടോ സംഭവം. അപ്പോൾ ഒരു ഫുൾ കോഴി സ്കിന്നോടുകൂടി എടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒരുപാട് കുഴികളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഏത് പാത്രത്തിൽ ഉണ്ടാക്കുന്ന അതേ പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 2 ചെറിയ പച്ചമുളക്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, ബെൽ പെപ്പർ, പിന്നെ പുതിനയും മല്ലിച്ചപ്പും, ഒരു പിടി മല്ലിച്ചപ്പും അതിൻ്റെ പകുതി പുതിനയും ആഡ് ചെയ്യുക. പിന്നെ മാഗി ക്യൂബ് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വലിയൊരു സ്പൂൺ കാശ്മീരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പകുതി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മന്തി മസാല ആയിട്ടൊരു വലിയ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി, സുർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓയിലായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഈ ഒരു ഡിഷിന് കുറച്ചേറെ ഓയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയോ അല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ചേറെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ റെഫർ ചെയ്ത ആ ഒരു വീഡിയോക്കെ ആയിട്ടില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ റെസിപ്പി തന്നെ കേട്ടോ, അതിനേക്കാളും അത്ര ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അവർ ഇതിലും കൂടുതൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാഗി ക്യൂബൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ കുത്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഫുൾ കോഴിയിൽ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 hours ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 hours മാരിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ അടുപ്പത്ത് കയറി എന്നിട്ട് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിടണം. എന്നിട്ട് ആ അടി കിടക്കുന്ന മസാല എല്ലാം മുകളിലേക്ക് കോരിയിട്ട് കൊടുക്കുക. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ 45 മിനിറ്റ് കുക്കിംഗ് ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂവിൻ്റെ പേസ്റ്റ്, ഞാൻ ഒരു 15 കാഷ്യൂ കുതിർത്ത് വെള്ളവും കൂടെ ചേർത്ത് അരച്ച് വെച്ചു കേട്ടോ. ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കിടന്ന് കഴിയുമ്പോൾ നമ്മളുടെ പർദീസ ചിക്കൻ റെഡി ആവട്ടോ. ആ കാഷ്യൂ പേസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാട്ടോ ആ ടേസ്റ്റ്. പിന്നെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഗീ റൈസിനകത്ത് ഞാൻ ഫ്ലേവറിന് കുറച്ച് മന്തി മസാല ആഡ് ചെയ്തു. എനിക്ക് തോന്നിയത് ഇത് അപ്പം കഴിക്കുന്നതിനും കുറച്ച് നേരം ഇരുന്നിട്ട് ആ ചിക്കൻ കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയേ. പിന്നെ റൈത്ത ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെറൈറ്റി ടേസ്റ്റാണ്. ഇത് പണ്ടേ ഉള്ളതാണ്, ഞാൻ ഇച്ചിരി ഉണ്ടാക്കാൻ ലേറ്റ് ആയെന്നേ ഉള്ളൂ. എന്തായാലും ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സംഭവം എന്തായാലും കിടുക്കന. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ടൈം കഴിഞ്ഞ് അതൊന്ന് മസാലയൊക്കെ പിടിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നി. എന്തായാലും ടേസ്റ്റൊക്കെ അടിപൊളിയാട്ടോ.